കിട്ടാം. സോ ഇവിടെ ഈ രീതിയിൽ വിൽസൺ പോലും പറ്റിയിട്ടുള്ളതുണ്ട്. അതൊക്കെ ഈ അനുഭവങ്ങളൊക്കെ ഇന്ന് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. മനസ്സിലായില്ല. അപ്പൊ ഡോക്ടർ ബോബ് ആദ്യകാലത്ത് കൂടുതൽ ആളുകളെ റിക്കവറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ വിൽസൺ അത്ര പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായില്ല. അതിന്റെ കാരണം ഇപ്പൊ നമ്മൾ ഈ വായിച്ച ഈ ഭാഗത്തുനിന്ന് നമ്മൾ ധാർമ്മിക പ്രഭാഷണം നടത്തരുത്. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു തൊഴിലാളിയായിട്ട് സംസാരിക്കുന്ന ധാർമ്മികമായിട്ടുള്ള ഒരു ഉന്നത നിലനിന്നുകൊണ്ട് നീ രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ദൈവത്തിന്റെ ഇടപെടലാണെന്ന് പറയുന്നത്. സിമ്പിളി ഇറ്റ്സ് എ ഡിസീസ്. സുഹൃത്തെ, നിനക്കൊരു രോഗമുണ്ട്, നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ഒരു തൊഴിലുടമ എന്നുള്ള രീതിയിൽ ഞാൻ ഏതറ്റം വരെയും നിങ്ങളൊപ്പം പോകാൻ തയ്യാറാണ്, നിന്നെ സഹായിക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലേക്ക് ഞാൻ നിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ വരുമ്പോൾ അദ്ദേഹത്തിന് സ്പർശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും ആവണമെന്നുമില്ല. മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലായില്ല. അതിന്റെ 147-ാമത്തെ പേജിലേക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതിന് ശേഷം അയാൾ പറയുകയാണ്, അയാൾ അതേ എന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും അർത്ഥമാക്കുന്നുണ്ടെന്ന് അറിയണം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ തൊഴിലുടമയായിട്ടുള്ള ആൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ മദ്യപാനികൾ നമുക്കറിയാം, നമ്മൾ വളരെ കഴിവുള്ളവരാണ്. ആരെ വേണമെങ്കിലും ഫൂളാക്കാൻ നമുക്ക് സാധിക്കും, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരാളുടെ ഒരു 100 രൂപ അടിച്ച് മാറ്റി നമുക്കറിയാം. നമ്മുടെ വീട്ടിലും വെള്ളം അടിച്ചിട്ട് വന്നിട്ട് എന്തുകൊണ്ടാണ് വെള്ളം അടിച്ചതിന് നമ്മൾ കഥകൾ മെനയാറുണ്ട്, പല കാര്യങ്ങളും അതിൽ. അപ്പൊ അതുകൊണ്ട് വെരി കെയർഫുൾ ആയിട്ട് ഇയാളെ ഡീൽ ചെയ്യണം. അതിനുശേഷമാണ് അതിന്റെ ആ പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എവിടം വരെയാണ്, അതാണ് അവസാനത്തെ ഭാഗത്ത് പറയുന്ന പാരഗ്രാഫിന്റെ അവസാനം. നിങ്ങളെയോ അയാളെ തന്നെ അയാൾ വഞ്ചിക്കുന്നില്ല ആരും മനസ്സിലാക്കിയിരിക്കണം. ഈ ആത്മവഞ്ചനയാണ് നമുക്കൊക്കെ പറ്റിയതും. പലരും നമ്മളെ സഹായിക്കാനായിട്ട് നിന്നപ്പോൾ പോലും നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി പലപ്പോഴും. ഇംഗ്ലീഷിൽ അത് പറയുന്ന ബിലീവ് എ മാൻ ഷുഡ് ബി thoroughly probed on these points. Be satisfied he is not deceiving himself or you. അദ്ദേഹം നിങ്ങളെയോ അയാളെ തന്നെയോ അയാൾ വഞ്ചിക്കുകയില്ലെന്നായിരുന്നു. ഇനി മുമ്പോട്ട് പോവാ. അതിനുശേഷം ഈ പുസ്തകത്തെ കുറിച്ച് അയാളോട് സൂചിപ്പിക്കണം വേണ്ടതെന്നത് നിങ്ങളുടെ വേദനപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു റിക്കവറിയിൽ ഏകദേശം ഒരു പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ഈ ബിഗ് ബുക്കിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി എന്നായിരിക്കണം ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ വേഗത്തിൽ ഈ ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചില ഇതൊക്കെ ഇല്ല, പ്രത്യേകിച്ച് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് ഒരുപാട് ഇതിനെ പ്രചാരങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നൊക്കെ ഒരു ബൈബിള് തന്നെ സൗജന്യമായിട്ട് കൊടുത്തിട്ടാണ് മനസ്സിലായില്ല. എന്നിട്ടത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു 90% വീടുകളിൽ അത് വായിക്കുന്നവരും ഉണ്ടാവും. അത് എവിടെയെങ്കിലും അവിടെ ഇരിക്കും. കഴിയുന്നതും ചില വീടുകളിലൊക്കെ അമ്മച്ചുകാരും അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ എന്താണ് ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, പിള്ളേരുടെ ആശുപത്രി പോണ ചീട്ട്, ഇതൊക്കെ വെക്കാനായിട്ടുള്ളൊരു റെക്കോർഡ് ബുക്കായിട്ടാണ് ബൈബിളിനെയൊക്കെ കാണാറുള്ളത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, അങ്ങനെയുണ്ടോന്ന്. എന്റെ വീട്ടിലൊക്കെ അങ്ങനെ കുറെ നാൾ ഞാൻ കണ്ടത്, കുറെ നാളെങ്കിലും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സ്വയം വിവേചനമാണ്. അവരവരുടെ അദ്ദേഹത്തിന് ബിഗ് ബുക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ബിഗ് ബുക്ക് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കണം എന്നുള്ളത്. അയാൾ കുടി നിർത്തുന്നതിന് കാലതാമസം പറ്റുകയും തനിക്ക് ഇനിയും കുടിക്കാൻ പറ്റുമെന്ന് കരുതുകയും, ഇനി അത് ബിയറാണെങ്കിൽ പോലും അയാളുടെ അടുത്ത കുടിക്ക് ശേഷം അയാൾ ഒരു അമിത വ്യത്യാസത്തിന് തീർച്ചയായും ഡെഫിനറ്റ് ആയിട്ടും കുടിക്കും. അയാളുടെ പുറകെ നടക്കുന്ന ഏർപ്പാട് ഉപേക്ഷിക്കാൻ. സോ ഇതാണ്, മനസ്സിലായില്ല? പലപ്പോഴും ഞാൻ പറയുന്നില്ലേ, പലർക്കും നമുക്ക് അബദ്ധങ്ങൾ പറ്റും. ഇങ്ങനെ പെട്ടെന്ന് ഇയാൾ വളരെ ഇതായിട്ടൊക്കെ നമ്മളെ കേൾക്കുന്നതായിട്ടൊക്കെ കാണും, ഭയങ്കരമായിട്ട് ചേട്ടാ ഞാൻ എന്ത് ചെയ്താലും ചിലര് സത്യമാണ് ചെയ്തേക്കും, ചിലര് സത്യം. വീട്ടിലിപ്പോ നമ്മൾ രണ്ടുപേര് പോയ സ്റ്റെപ്പ് കെട്ടിയത് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും അയാളെ മീറ്റിങ്ങിന് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വേഗം പുള്ളി വളരെ വികാരാധീനായി ഇതാണ് എന്റെ മക്കളാണ് ഈ കുടിക്കത്തിൽ, എന്റെ അപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം നമ്മൾ അതിനകത്ത് ചിലപ്പോൾ വീണു പോകും ഇയാൾ പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ വീണ്ടും റിലാപ്സ് ആവുകയാണെങ്കിൽ, മനസ്സിലായില്ല? അപ്പൊ ഈ രോഗത്തിന് യാതൊരു ഗ്യാരണ്ടിയില്ല ഒരു കാര്യത്തിലും. റിക്കവറിയിൽ നമുക്കൊരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലാതെ നമുക്ക് ഒരിക്കലും ആരെയും വിലയിരുത്തി പോകരുത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റിക്കവറിക്കുള്ള കുറച്ച് ഹാർഡായിട്ട് നമ്മൾ നിൽക്കണം. അപ്പൊ അതുകൊണ്ട്
അയാളുടെ പുറകെ നടക്കുന്ന ഏർപ്പാട്. പുറകെ നടന്നിട്ട് 4 റിക്കവറിയിൽ ഒരു എമൗണ്ട് ഒരാൾ പോലും ഒരു എമൗണ്ട് ഞാൻ പറയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യശക്തിക്ക് പോലും ഞങ്ങളുടെ രോഗം ശമിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരു മനുഷ്യശക്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഞാൻ നിങ്ങളെല്ലാവരും ഇല്ലേ. അതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് വിചാരിക്കും എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടുത്തിയിട്ട് സഹായിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 59ാമത്തെ പേജിൽ വളരെ ഞങ്ങളുടെ രോഗം അഥവാ അമിത മദ്യപാന ശക്തി ശമിപ്പിക്കുന്നതിന് മിക്കവാറും ഒരു ശക്തിക്കും ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല. 59ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ പിന്നെ അങ്ങനെയുള്ളടത്ത് പിന്നെ ഞാനിപ്പോ ഇയാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ട് നമ്മൾ അവന്റെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല. കുറച്ച് നമ്മൾ ആ രീതിയിൽ വളരെ സൂക്ഷിച്ച് ഈ ടോപ്പിക്കിനെ കൈകാര്യം ചെയ്യണം. ഒന്നെങ്കിൽ സുഖം പ്രാപിക്കാൻ കഴിയുക, സുഖം പ്രാപിക്കാൻ പറ്റുകയോ ചെയ്യുന്ന ഒരാളുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും സുഖം പ്രാപിക്കാനില്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ സുഖം പ്രാപിക്കാൻ ഇടയില്ലാത്ത ഒരാളുടെ കാര്യത്തിലാണെങ്കിൽ എന്തിനു വെറുതെ സമയം മെനക്കെടുത്തണം. ഇത് വളരെ കഠോരമായിട്ട് തോന്നാം, പക്ഷെ ഏറ്റവും നല്ല രീതി ഇത് തന്നെയാണ്. സോ ഒരു കണിശത്തിന്റെ ആവശ്യമില്ല ഇവിടെ. ഇയാള് രക്ഷപ്പെടുകയില്ലയോ, ഇയാൾ ഒരിക്കലും രക്ഷപ്പെടും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മളതിന് തൊഴിലുടമയായിട്ടുള്ള ആളാണെന്നും നമ്മൾ പറയുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടും ഉണ്ടായാണ്. മനസ്സിലായില്ലേ? ഈ ബുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തൊഴിലുടമകളൊന്നുമല്ല, ആൽക്കഹോളിസം റിക്കവറിയിലുള്ള ആളുകളാണിത് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3 ചാപ്റ്റർ, ഈ ചാപ്റ്റർ ഉൾപ്പെടെ 3 ഭാര്യമാരോട് മറ്റുള്ളവരുടെ പ്രവർത്തനം, ഈ ചാപ്റ്റർ നമുക്ക് കേൾക്കെ തോന്നുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നതല്ല, ഭാര്യമാരോടുള്ള ചാപ്റ്റർ ഭാര്യമാർക്കുള്ളതെന്ന് തോന്നുന്നു. പിന്നീട് കുടുംബത്തിനോടൊപ്പം ഇൻഫാക്ട് ഇത് ഓരോ അംഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ അംഗങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. സോ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു കാര്യം തന്നെ, സുഖം പ്രാപിക്കാൻ ഇടയില്ലാത്ത ഒരാളുടെ കാര്യത്തിൽ എന്തിനു വെറുതെ സാധനം. ഇത് വളരെ കഠോരമായിട്ട് തോന്നും, പക്ഷേ ഏറ്റവും രീതി തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു മെസ്സേജ് കൊടുക്കുക, അതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അല്ലാതെ അദ്ദേഹത്തിന് കുറച്ച് ഇതാണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യത എന്റെ നിങ്ങൾ വരണമെന്ന് പറയും. മനസ്സിലായി പറയുക. നമ്മൾ ഒരു ആൽക്കഹോളിക്കിനെ സമീപിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും റിലാപ്സ് ആയിട്ട് നമ്മളെ പറയും, നമ്മളെ ശല്യം ചെയ്യാനായിട്ട് തുടങ്ങും. ചിലർ പല വളരെ നമ്മൾ ഒരു രീതിയിൽ വലിയ നമ്മളെ ഹൃദയഭേദകമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു 10, 100, 200 രൂപയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരെയൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് ഒരിക്കലും. മനസ്സിലായില്ലേ? അവിടെയൊക്കെ നമ്മൾ സ്വല്പം കഠോരമായിട്ട് തന്നെ, അതാണ് ഇത് വളരെ കഠോരമായിട്ട് തോന്നാം, പക്ഷെ ഏറ്റവും നല്ല രീതി തന്നെയാണ്. അതെ. Yes. Either you are dealing with a man who will get well, or you are not. If not, why waste time with him? This may seem severe, but it is usually is the best course. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി. നിങ്ങൾ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ രോഗശമനം വേണമെന്ന് ആഗ്രഹം ഉണ്ടാക്കുകയും അതിനുവേണ്ടി എത്ര ദൂരം മുന്നോട്ട് പോകാനും അയാൾ സന്നദ്ധത കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു പ്രവർത്തന പദ്ധതി നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. യെസ്, ഇവിടെ ഷിബുവിന്റെ മൈക്ക് ഓണാട്ടോ. ഷിബു ഇടയ്ക്കിടയ്ക്ക് ഷിബുവിന്റെ മൈക്കിൽ നിന്ന് സൗണ്ട് വരുന്നു. ഈ ഒരു ഇത് വേറെ ഷിബു ആണോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾ സുഖപ്പെടുത്താൻ ആയിട്ട് യഥാർത്ഥത്തിൽ രോഗശമനമാണെന്ന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി എത്ര ദൂരം പോകാൻ അയാൾ സന്നദ്ധ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു പ്രവർത്തന പദ്ധതി നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഇത് വീണ്ടും നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ ഇതിനൊരു ഇതേ വാക്കുകൾ എന്നല്ല, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്താ പറയുന്നത്, അതായത് 57ാമത്തെ പേജില് 5ാമത്തെ അധ്യായത്തിൽ പറയുന്നത്
ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിനോട് എത്ര ദൂരം പോകാൻ നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ എങ്കിൽ നിങ്ങൾ ചില നടപടിക്രമങ്ങൾ എടുക്കാൻ തയ്യാറുള്ളവരാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആ കാര്യമാണ് ഇവിടെ വീണ്ടും തിരിച്ചു പറയുന്നത്. നിങ്ങൾ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ രോഗശമനം വേണമെന്ന് ആഗ്രഹമുണ്ടായി അതിനുവേണ്ടി എത്ര ദൂരം പോകാൻ അയാൾ സന്നദ്ധ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു പ്രവർത്തന പദ്ധതി ഉണ്ട്. ആ പ്രവർത്തന പദ്ധതിയാണ് എയുടെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മ ഫെലോഷിപ്പ്. അതിൽ കൂടിയുള്ള റിക്കവറി പ്രോഗ്രാം നമ്മളാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു തൊഴിലുടമയ്ക്ക് ഒരു പരിധി വരെ കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ പോകാൻ നിനക്ക് അതിന് പുള്ളിയുടെ മനസ്സിൽ നിന്ന് നമുക്ക് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മദ്യപാനികളായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം റിക്കവറിയിൽ വരാൻ ഉള്ള സാധ്യതയുണ്ടെന്നുള്ളത്. ഇന്നത്തെ ദിവസത്തിൽ അവന്റെ ഒരു സത്യസന്ധത കാണുന്നത് നമുക്കൊരു ആരെക്കുറിച്ച് ഒരു ദീർഘവീക്ഷണം അദ്ദേഹത്തിന്റെ ഭാവിയൊന്നും നമുക്ക് ബുദ്ധിമുട്ട്. എന്നാൽ ഒരു സാധാരണതയിൽ ഒരു മദ്യപാനി ഈ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം വഞ്ചിക്കപ്പെടില്ല. അതുകൊണ്ട് ഈ പ്രവർത്തന പദ്ധതി നിർദ്ദേശിക്കുന്നത്. കാരണം കുടിക്കുന്ന മദ്യപാന രോഗികൾക്ക് അത് കുടിച്ചു കൂത്താടൽ കഴിഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ഒരളവോളം ശാരീരിക ചികിത്സ അനിവാര്യമാണ്. ശാരീരിക ചികിത്സയുടെ കാര്യം വേണ്ടത് നിങ്ങളുടെ തന്നെ ഡോക്ടറെ ഏൽപ്പിക്കണം. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട്. എന്നാൽ ശാരീരികമായിട്ട് വീക്കാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെയോ സ്ഥാപനത്തിന്റെയോ പരിചയമുള്ള ഒരു ഡോക്ടറെ തന്നെ ഇദ്ദേഹത്തിന് ഒരു ശാരീരികമായിട്ടുള്ള രോഗശമനത്തിലേക്ക് എത്താൻ അതിന് അടുത്ത ഭാഗത്തുണ്ട്. ഇക്കാര്യത്തിലുള്ള ഏത് രീതിയിലുള്ള ചികിത്സയുടെ ലക്ഷ്യം മദ്യം ബാധിക്കുന്ന ശരീരവും മനസ്സും ശക്തമായി ശുദ്ധീകരിക്കുന്നു. അപ്പൊ എന്താണ് ഒരു ഡീറ്റോക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ശരീരത്തിനെയും മനസ്സിനെയും ശക്തമായി ശുദ്ധീകരിക്കുക, ഒരു ക്ലീൻസിങ് പ്രോസസ്. അതാണല്ലോ എല്ലാവർക്കും അറിയാം ഡീറ്റോക്സ്. റീഹാബിലിറ്റേഷൻ അല്ല. 30 ദിവസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടിടണമെന്നല്ല അത് പറയുന്നത്. ഇത് മനസ്സിലാക്കിയിരിക്കണം. അതിനെ മനസ്സിലാക്കുക. അപ്പൊ ഒരു ഡീറ്റോക്സ് എന്നാണ് 72 മണിക്കൂർ ഇല്ലേ, 48 മുതൽ 72 മണിക്കൂർ കൊണ്ട് ഒരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആൽക്കഹോളിസത്തിന്റെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വിഡ്രോവൽസും നമുക്കറിയാലോ എങ്ങനെയാ ഉണ്ടാവുന്നുള്ളത്. വേറെ ഉണ്ടാവും, ചിലർക്ക് ഭയം ഉണ്ടാവും, ചിലർക്ക് ഇങ്ങനെ ഹാലൂസിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല പ്രക്രിയകൾ കാണിക്കുന്ന ഒരാള് ഒരു 72 മണിക്കൂർ നേരത്തേക്ക് അവർ ആ ട്രിപ്പ് കൊടുത്തിട്ട് ചില മെഡിസിൻസ് ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് കഴിയുമ്പോൾ ഒരു 24 മണിക്കൂർ 48 മണിക്കൂർ മുമ്പ് ഏകദേശം നോർമലാവും. 72 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അതിന് ആഹാരം കഴിക്കാൻ നിന്നും ആ ഭയത്തിൽ നിന്നും ഈ വിറയൽ നിന്നൊക്കെ വരും. അതുകൊണ്ട് ഡിറ്റോക്സ് ആവശ്യമാണ്. അപ്പൊ രോഗികളുടെ പക്കൽ വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രം തീരുന്നതും വളരെ കുറച്ച് മാത്രം പങ്കെടുക്കും. അപ്പൊ ചില ആളുകളുടെ കാര്യത്തിൽ 24 മണിക്കൂർ കൊണ്ടൊക്കെ വരും. ചിലർക്ക് 3 ദിവസം എടുക്കും, ചിലപ്പോൾ 4 ദിവസം എടുക്കുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെയും രീതി എങ്ങനെയായിരിക്കും. ഏതായാലും ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിയും, മദ്യത്തെക്കുറിച്ച് ഒട്ടും ആഗ്രഹം തോന്നാതിരിക്കുന്ന ഒരു ശാരീരിക അവസ്ഥയിൽ അയാളെ എത്തിച്ചാൽ അയാൾ വളരെ പെട്ടെന്ന് പുരോഗതി. അതാണ് സ്റ്റൈൽ. അപ്പൊ ദാറ്റ് ഫിസിക്കൽ ക്രേവിംഗ് ആൻഡ് മെന്റൽ ഒബ്സഷൻ, ഇതിൽ രണ്ടിൽ നിന്നും മാറ്റം വരാനായിട്ട് തത്കാലികമാണത്. പക്ഷെ അപ്പോഴത്തേക്ക് ആ ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ ഇതാണല്ലോ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതില്ല. കുടിച്ച് ആ കുടിയോടുള്ള തീവ്രമായിട്ടുള്ള ദാഹം നമുക്കറിയാൻ തെറ്റാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വി ആർ പവർലെസ്. ഇതിനു മുമ്പിൽ നമ്മൾ ശക്തിഹീനല്ലേ. അപ്പൊ ആ ഒരു അതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് ഡീറ്റോക്സ് സഹായിക്കും. ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഈ ഒരു തലത്തിൽ മാറ്റിയിട്ടുണ്ടെങ്കിലൊരു ആരോഗ്യാവസ്ഥയിലേക്ക് വരും. അതിനുശേഷം നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അതിനിടയ്ക്ക് മീറ്റിങ്ങുകൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സാധാരണഗതിയിൽ റിക്കവറിയിലേക്ക് വരും. അന്ന് ഒട്ടും ആഗ്രഹം തോന്നാതിരിക്കുക, ശരീരത്തിന് ആ ദാഹം വരാതിരിക്കുക, മനസ്സിൽ നിന്ന് തന്റെ കാരണം ഇപ്പോഴേക്ക് ഇദ്ദേഹത്തിലേക്ക് ഒരു ബോധ്യം വരുത്താൻ സാധിക്കും ഇതൊരു രോഗമാണെന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു പദ്ധതി നിങ്ങൾ നിർദ്ദേശിക്കുന്ന ചികിത്സയ്ക്കുള്ള ചെലവ് നിങ്ങൾക്ക് മുൻകുറായി നൽകേണ്ടി വരും. പക്ഷെ ഞങ്ങൾ കരുതുന്ന അങ്ങനെ മുൻകുറായി കൊടുക്കുന്ന പണം അയാളുടെ ശമ്പളത്തിൽ നിന്ന് പിന്നീട് കുറവ് ചെയ്യുന്ന അയാളോട് നേരത്തെ വെളിപ്പെടുത്തണമെന്നാണ്. അയാളുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി അയാൾക്ക് നൽകേണ്ടതാണ്.
മലയാളത്തിൽ ഒരു തെറ്റാണ്. ഈ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ കൊടുക്കുന്ന പൈസ അല്ല ശരിയാണ്. അപ്പൊ ഈ കൊടുക്കുന്ന പൈസ അയാളുടെ ശമ്പളത്തിൽ നിന്ന് പിന്നീട് കട്ട് ചെയ്യുന്നുള്ളത് നേരത്തെ വെളിപ്പെടുത്തണം. കാരണം ഇവിടെ യാതൊരുവിധ സൗജന്യം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പിന്നീട് ജോലി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിന്റെ ശമ്പളത്തിൽ നിന്ന് കട്ടി. ഇപ്പൊ ഞാൻ ബില്ല് അടയ്ക്കുകയാണ്, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോരുക. അതുകൊണ്ടാണ് അങ്ങനെ മുൻകൂറായി കൊടുക്കുന്ന പണം അയാളുടെ ശമ്പളത്തിൽ നിന്ന് പിന്നീട് കുറവ് ചെയ്യുമെന്ന്, ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യുന്ന അയാളോട് നേരത്തെ തന്നെ വെളിപ്പെടുത്തും. അപ്പൊ അല്ലാതെ ഒരു മാസം കഴിഞ്ഞിട്ട് റിക്കവറിയിൽ വന്നതിന് ശേഷം എന്റെ ഒരു ശമ്പളത്തിൽ നിന്ന് ഇത്രയും പൈസ ഒക്കെയാണ് എന്റെ ഒരു ബില്യൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾ നിന്റെ ലക്ഷ്യത്ത് കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെയുള്ള ഒരു തർക്കത്തിലേക്ക് വരാനുള്ള. കാരണം ഒരു ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു പൊട്ടിത്തെറിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ബോംബ് തന്നെയല്ലേ. അപ്പൊ അതിന് കൊടുക്കരുത്. നേരത്തെ ഒരു ഹിന്റ് കൊടുത്തിരിക്കണം. അയാളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം പൂർണ്ണമായി അയാൾക്ക് നൽകേണ്ടതാണ്. അതുകൊണ്ട് ബി കെയർഫുൾ, വളരെ കെയർഫുൾ ആയിരിക്കണം. അത് നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ പോലും, തൊഴിലുടമകളായാലും ശരി, റിക്കവറിയിൽ നിൽക്കുന്ന നമ്മൾ അംഗമാണെങ്കിൽ കൂടി ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ. നമ്മൾക്കൊരു ഒരു സൗജന്യമായിട്ട് ഒന്നുമില്ല. എല്ലാ മാറ്റിയിട്ടിട്ടും പ്രോബ്ലം. എനിവേ, അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തില് ഇത് ഇനിയിപ്പോ റിക്കവറിയിലുള്ള കുറച്ച് നാളായാലാണെങ്കിൽ പോലും നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒരുപാട് നിർലോഭമായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ആരും നിൽക്കരുത്. അത് തൊഴിലുടമകളായാലും ശരി, നമ്മൾ ഒരു സ്പോൺസർ ആണെങ്കിൽ പോലും. ഇതൊരു നമ്മുടെ ഒരു പ്രിൻസിപ്പിളിന് സെൽഫ് സഫിഷ്യൻസി, മനസ്സിലായില്ലേ? സ്വാശ്രയത്വം ശീലിക്കണം തുടക്കം മുതൽ തന്നെ. നമ്മൾ പഠിച്ചത് നാശം വെച്ചൊരു വേറൊരാളല്ല നമ്മുടെ ബില്ല് കൊടുക്കേണ്ടത്. ആ തുടക്കത്തിൽ തന്നെ ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ രണ്ട് ഭാഗത്തുനിന്നും പ്രശ്നമുണ്ടാവും. സഹായിക്കണം, തീർച്ചയായിട്ടും സഹായിക്കാനുണ്ടാവും. ആ സഹായങ്ങൾ ഏത് രീതിയിലാണ്? ഒന്നല്ലെങ്കിൽ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ പറയണം, ഇത് നമ്മളൊരു ഈ സഹായം നിനക്ക് സൗജന്യമാണ്, തിരിച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷെ തൊഴിലുടമയെ സംബന്ധിച്ചോളം വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു അംഗത്തിന് ഒരു വർഷം സഹായിക്കേണ്ടേക്ക് വരും ചെറിയ രീതിയിൽ. പക്ഷെ സഹായിക്കുമ്പോഴും അത് കടമായിട്ട് ഒരിക്കലും ചെയ്യരുത്. ഏതൊരാളെയും സഹായിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, പക്ഷെ അതൊരു കടമായിട്ട് ചെയ്യരുത്. കടം കൊടുക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. സഹായവും കടവുമായിട്ട് വ്യത്യാസം. അതാണ് പലപ്പോഴും പല ആളുകൾക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. നിങ്ങളുടെ നിർദ്ദേശം അയാൾ സ്വീകരിക്കുകയാണെങ്കിൽ ശാരീരിക ചികിത്സ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മാത്രമാണ് അയാളുടെ ഭാഗം. ലഭ്യമായ ഏറ്റവും നല്ല ചികിത്സയാണ് നിങ്ങൾ അയാൾക്ക് നല്ലതെങ്കിലും ഒരു മനസ്സുമാറ്റത്തിന് അയാൾ വിധേയനാവേണ്ടതെന്ന് അയാളുടെ പറഞ്ഞു മനസ്സിലാക്കണം. മദ്യത്തിൽ നിന്ന് വിമോചനത്തിന് ചിന്തയിലും മനോഭാവത്തിലും ഒരു പരിവർത്തനം ആവശ്യമായിട്ടുണ്ട്. മറ്റെന്തിനേക്കാളും മുകളിൽ രോഗവിമുക്തിയെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം രോഗവിമുക്തി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബവും ബിസിനസ്സും ഒക്കെ എന്നേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇത് ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നല്ല വാക്കുകളാണ്. ഇഫ് യുവർ മാൻ അക്സെപ്റ്റ് യുവർ ഓഫർ ഇറ്റ് ഷുഡ് ബി പോയിന്റ് ഔട്ട് ദാറ്റ് ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് ബട്ട് എ സ്മോൾ പാർട്ട് ഓഫ് ദ പിക്ചർ. അപ്പൊ ഈ പലപ്പോഴും ഈ റിഹാബിലിറ്റേഷൻ പോലും അല്ലെങ്കിൽ ഡീറ്റോക്സ് ഒക്കെ കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഡീറ്റോക്സ് എന്താ പറയുക, റിഹാബില് അഡ്മിറ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ശേഷം അവരുടെ മനസ്സിലേക്ക് ഞാൻ ഫ്രീ ആയിരിക്കും, എനിക്ക് കുഴപ്പമില്ല, മനസ്സിലായില്ല, കുടിക്കാനുള്ള ചിന്തയില്ല. അപ്പൊ അതുപോലെ ഉഷാറായിട്ട് പ്രവർത്തനത്തിൽ വരും. ചിലർക്ക് ആ മീറ്റിങ്ങിന് പോകാൻ പോലും, പലരും ഒരു മീറ്റിങ്ങിന് പോലും പോകാതെ റിഹാബിൽ വന്നിറങ്ങിയ ശേഷമൊക്കെ പോകുന്ന ആളുകൾ ഒത്തിരി പേരറിയും. കാരണം അവരുടെ മനസ്സിലേക്ക് വരികയാണ്, എനിക്കൊരു ആവശ്യമില്ല, ഒരു മീറ്റിങ്ങിനൊന്നും പോകേണ്ട ആവശ്യം എനിക്ക് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു, പക്ഷെ ഈ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്ന ഇറ്റ്സ് എ സ്മോൾ പാർട്ട്, വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഇതിന്റെ റിക്കവറിയുടെ. ദോ യു ആർ പ്രൊവൈഡിങ് വിത്ത് ദ ബെസ്റ്റ് പോസിബിൾ മെഡിക്കൽ ഹെൽത്ത്, ഏറ്റവും നല്ല റിഹാബിലൊക്കെ ആയിരിക്കും. അവരുടെ ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി മസ്റ്റ് അണ്ടർഗോ, ഹി മസ്റ്റ്, ആ വാക്ക് ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്
he must undergo a change of heart. മനസ്സ് മാറ്റം, ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടായ ഗുണം നിനക്ക് ആവശ്യമാണ്. To get our thinking will require transformation of thought and attitude. Thought and attitude. ആ വാക്ക് എന്താ പറയണേ? ഇവിടെ എന്താത്തിന് വേണ്ടതാണ്? ഈ നിങ്ങളുടെ മാറിയ മനോഭാവം ഈ പുസ്തകത്തിലൂടെ ഉള്ളടക്കം കാര്യപ്രാപ്തിയിൽ നിങ്ങൾ ഒരു വാതുവെക്കലിന് വരെ തയ്യാറാക്കാം. അതാണ് എഴുതിയിരിക്കുന്നത്. മദ്യത്തിൽ നിന്ന് മോചനമാകുന്നതിന് ചിന്തയിലും മനോഭാവത്തിലും ഒരു പരിവർത്തനം ആവശ്യമുണ്ട്. മറ്റെന്തിനേക്കാളും മുകളിൽ രോഗവിമുക്തിയെ നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം രോഗവിമുക്തി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബവും ബിസിനസ്സും ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ രോഗവിമുക്തി അതാണ് എന്താ പറയുന്നത്? ഫോർ വിത്തൗട്ട് റിക്കവറി വി വുഡ് ഹാവ് ലോസ്റ്റ് ബോത്ത് ഹോം ആൻഡ് ബിസിനസ്. ഇതൊരു ഈ തൊഴിലുടമ ഒരുപക്ഷെ ഒരു ആൽക്കഹോളിക് ആയാലും അല്ലെങ്കിൽ ഒരു നമ്മളെ അംഗം ആയിട്ടുള്ള ഒരാള് ആൽക്കഹോളിക് ആയാലും അല്ലെങ്കിലും ദറ്റ് ഈസ് കോമൺ ആണ്. ഈ ഒരു കാര്യം വളരെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഞാൻ അടുത്ത പാരഗ്രാഫിലേക്ക് വന്നുകഴിഞ്ഞാൽ, രോഗവിമുക്തി പ്രാപിക്കാനുള്ള അയാളുടെ കഴിവിൽ നിങ്ങൾക്ക് പരസ്പര വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ഇത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണെന്നും മദ്യപാന രോഗി എന്ന നിലയ്ക്ക് അയാൾക്കുണ്ടാവുന്ന വീഴ്ചകളെക്കുറിച്ചും ഉടനെ ആരംഭിക്കാൻ പോകുന്ന അതിനുള്ള ചികിത്സയെക്കുറിച്ചും ഒക്കെ അയാളുടെ സമ്മതമില്ലാതെ ഒരിക്കലും ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അയാൾ രോഗവിമുക്തിയിലേക്ക് എത്തിയതിനു ശേഷം അയാളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. സോ ഈ ഒരു ഡീറ്റോക്സിന് മുമ്പുള്ള ആ ഒരു വെള്ളം അടിച്ചിട്ട് ആകപ്പാടെ തകർന്നു നിൽക്കുന്ന ഒരാളോട് കൂടുതലായിട്ട് അയാളുടെ തല പോച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ അയാൾ മദ്യവിമുക്തിയിലേക്ക്, ആ വിമുക്തി എന്ന് പറഞ്ഞാൽ ഡീറ്റോക്സ് കഴിഞ്ഞിട്ടുള്ളതാണ്, അല്ലാതെ റിക്കവറിയിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടോ പറയുന്നില്ല. ഒരു 10 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ റിക്കവറി പ്രോഗ്രാമിൽ ഡീറ്റോക്സ് കഴിഞ്ഞതിന് ശേഷം അയാളുമായിട്ടൊരു സംഭാഷണത്തിൽ വാട്ട് ഈസ് യുവർ പ്ലാൻ, നിന്റെ മുമ്പോട്ടുള്ള എന്താണ് നിന്റെ പ്ലാനും പദ്ധതി, എങ്ങനെയാണ് കുടിക്കുക നിർത്തുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആ വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു. അതിനനുസരിച്ച് തൊഴിലുടമ ആയാലും നമ്മൾ റിക്കവറിയിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളായാലും അദ്ദേഹത്തോട് ആ രീതിയിൽ ശ്രമിക്കണം. അതല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ഒരുപാടുള്ള ഒരു വാരിക്കോരിയിട്ടുള്ള സംസാരത്തിന്റെ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല, ഒരു പ്രസക്തിയില്ല. അപ്പൊ ഈ ഇതിനകത്ത് ഷിബു പിന്നെ കലയിലൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ഇല്ല, നാരായണൻ സാർക്ക്, ഇങ്ങനെയുള്ളവരൊക്കെ അറിയാൻ പറ്റും. ആദ്യം ഈ കോവിഡ് കാലത്ത് ഒരുപാട് വില ഈ എന്താണ് വാട്സപ്പ് കോളിൽ കൂടെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു 99% ആളുകളും അതിനകത്ത് റിക്കവറിയിലേക്ക് വന്നിട്ടൊന്നും എനിക്കറിയത്തില്ല. ഏതെങ്കിലും 1-2 പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭാഗ്യവന്മാരെ. പക്ഷെ ഒത്തിരി ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഗ്രൂപ്പ് പോലും ഉണ്ടാവാകുന്നതിന് മുമ്പ് ഈ കോൺഫറൻസ് കോൾ പോലെയൊക്കെ വിളിച്ചിട്ട് രാത്രിയിലൊക്കെ വിളിച്ച് പലരോടും സൗദിയിലും കുവൈറ്റിലും UK ഒക്കെ മദ്യപിച്ച് കിടന്നിട്ട് യാതൊരു ഇതില്ലാത്ത രീതി കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു കാര്യമില്ല. അത് ചെയ്യുന്നതിനാണ്. പക്ഷെ ഒരുപാട് ഫോളോ അപ്പിന് പോയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എന്നൊക്കെ ഒരുപാട് ഫോളോ അപ്പിന് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഈ പുസ്തകത്തിലെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരു തൊഴിലുടമ അയാളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇത് മുഴുവൻ ഇടുന്നത്. ഇത് ഉൾക്കൊള്ളുന്ന ചില ആശയങ്ങൾ വെറുതെ വായിച്ചാലാണ് ഒരു നോവൽ പോലെ തോന്നിക്കുക. ഞങ്ങൾ നിർദ്ദേശിക്കുന്ന സമീപനത്തോട് നിങ്ങൾക്ക് യാതൊരു സൗഹൃദവുമില്ല എന്നും ഇരിക്കാം. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് അവസാന വാക്കായി ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അത് വളരെ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്.
എന്താണെങ്കിലും ചികിത്സാ രീതികളേക്കാൾ അതിന്റെ ഫലത്തെ അല്ലേ നിങ്ങൾ ഉറ്റുനോക്കുന്നത്. നിങ്ങളുടെ തൊഴിലാളി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അമിത മദ്യപാനാസക്തിയെക്കുറിച്ചുള്ള ചില നഗ്ന സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ തൊഴിലാളി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അമിത മദ്യപാനാസക്തിയുള്ള ചില നഗ്ന സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ഈ പരിഹാര മാർഗം തിരഞ്ഞെടുത്തില്ലെങ്കിൽ തന്നെ ആ സത്യങ്ങളൊന്നും തന്നെ അയാളെ വ്രണപ്പെടുത്തില്ല. ചില സത്യങ്ങൾ നിങ്ങളുടെ രോഗിയെ ചികിത്സിക്കാൻ ചുമതലപ്പെടുത്തുന്ന ഡോക്ടറുടെ ശ്രദ്ധയിൽ പുസ്തകം പെടുത്താൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. രോഗിക്ക് അതിന് പ്രാപ്തിയാവുന്ന സമയത്ത് ഈ പുസ്തകം ഞങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞാൽ, രോഗിക്ക് അതിന് പ്രാപ്തിയാവുന്ന സമയത്ത് ഈ പുസ്തകം അയാൾക്ക് വായിക്കാൻ കഴിഞ്ഞാൽ അങ്ങേയറ്റം വിഷാദമുഖനാണെങ്കിൽ പോലും തന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുവാൻ അത് ഉപകാരപ്പെടുന്നു. സോ ഹിയർ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയാണ്. തൊഴിലുടമയ്ക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ബിഗ് ബുക്ക് ഒരുപക്ഷെ ഡോക്ടർക്ക് ഉപയോഗിക്കാം, ഡോക്ടർക്ക് ഒരുപക്ഷെ രോഗിക്കും ഒരുപക്ഷെ ചിലരിലെങ്കിലും ഒക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ തീർച്ചയായിട്ടും. പക്ഷെ ഏറ്റവും വലിയ കാര്യം ആൽക്കഹോളിസം എന്ന രോഗത്തെ കുറിച്ചുള്ളൊരു ധാരണ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അതിനെക്കുറിച്ച് പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാൻ. ഇറ്റ്സ് സോ സിമ്പിൾ. പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ പ്രോഗ്രാമാണ്. ആ സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കിയാലോ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആവും, എങ്ങും എത്താനും പോകുന്നില്ല. കാരണം ഇന്നും ഇതിന്റെ ശരിയായിട്ടുള്ള മെഡിക്കലി ഒരു പെർമനന്റ് ക്യൂർ ഇല്ല. ഇൻക്യൂറബിൾ ഡിസീസ് ആയിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. ഇൻക്യൂറബിൾ ഒരു ചികിത്സയില്ല. അപ്പൊ എന്തിനാ നമുക്ക് ഈ ആ ഒരു തലത്തിലേക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റ് ആയിട്ട് നമ്മുടെ നിലവെക്കണം, മറ്റുള്ളവരെ നിലവെക്കണം, ഒരു അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കണം, ഇതിനെ ഫോളോ ചെയ്യാൻ കഴിയും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് ഇതിനെ കാണുന്നു. ന്യൂ കമർക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലായിട്ടുള്ളവർ അതിനെ എപ്പോൾ അതെങ്ങനെ ആ വ്യക്തിയിലേക്ക് അത് പകർന്നു കൊടുക്കണം എന്നുള്ളത് സാധിക്കും. ഇതിന് ഏറ്റവും നല്ലൊരു കാര്യം ഈ ബുക്കാണ്. പലരും വായിക്കുന്നില്ല. റിക്കവറിയിലുള്ളവരും പോലും ആ വായന എന്നുള്ളൊരു ശീലം ഇപ്പോൾ ആളുകളിലൊക്കെ ഒത്തിരി കുറഞ്ഞു പോയിരിക്കുന്നു. ബിഗ് ബുക്ക് സ്റ്റഡി ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ഈ ബിഗ് ബുക്ക് സ്റ്റഡി ചെയ്യുന്നോട്ട് ആദ്യത്തെ ഡോക്ടർ അഭിപ്രായം ബില്ലിന്റെ കഥ, ഒരു പരിഹാരമുണ്ട്, മദ്യപാനാസക്തി പറ്റി കൂടുതൽ കാര്യങ്ങൾ. ഈ ചാപ്റ്ററുകളുടെ സമയത്ത് ഒരു 40-50 പേരുണ്ടോ. പിന്നീട് ഈവൻ അജ്ഞേയവാദികളായ ഞങ്ങൾ, അല്ല മലയാളത്തിലെ നിരീശ്വരവാദികൾ എന്ന് തെറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചാപ്റ്റർ വരെ കുറച്ച് പേരുണ്ട്. അപ്പോഴത്തേക്ക് ഒരു 40 പിന്നീട് ഇത് ഇതെങ്ങനെ പ്രവർത്തിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പിന്നീട് പറയും. പിന്നെ അടുത്ത പ്രവൃത്തി ഭാഗത്തിലേക്ക് 4 കഴിഞ്ഞിട്ടുള്ള 5, 6, 7, 8, 9, 10 വരെയുള്ള പടികൾ ഒറ്റ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ആകുമ്പോഴത്തേക്ക് ഒരു പകുതി ആൾക്കാരും പോകും. എനിക്ക് താല്പര്യമില്ല. ആ സമയത്ത് ഇങ്ങനെയുള്ള വിഷയാധിഷ്ഠിത മീറ്റിങ്ങുകളാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണെങ്കിൽ ധാരാളം ആൾക്കാർക്ക് ഇതുണ്ടാവും. ഈ ചാപ്റ്റർ എനിക്ക് തന്നെ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പിൽ എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ബിഗ് ബുക്ക് ഇപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ പഠിക്കാൻ ഇപ്പോഴും അറിയാനായിട്ടുള്ള താല്പര്യമുണ്ട്. അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആർക്കും ഒരു താല്പര്യമില്ലായിരുന്നു, ഒരാൾക്ക് പോലും താല്പര്യമില്ല. വളരെ കുറച്ച് ആളുകൾ നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഉണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഉൾപ്പെടെ 27 പേരുണ്ട്. വലിയൊരു അനുഗ്രഹം. വേറൊരു മലയാളത്തിൽ ഒരു ബിഗ് ബുക്ക് സ്റ്റഡി ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അവിടെ പോലും തീരെ ആളുകൾ കുറവാണ്. ആർക്കും വലിയ താല്പര്യമില്ല. അത് ബിഗ് ബുക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തോ തടഞ്ഞു നിർത്തുന്ന പോലെ. ആ സമയത്ത് വിഷയാധിഷ്ഠിതമായിട്ടുള്ള മീറ്റിങ്ങളോ പല വിഷയങ്ങളുണ്ടല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ ആളുകൾക്ക് പിന്നെ ഒരു താല്പര്യമുണ്ട്. ഒരുപാട് ആളുകൾ കേൾക്കാനുണ്ടാവും. സോ ആ ഒരു മനോഭാവം മാറ്റിക്കളയണം. ബിഗ് ബുക്ക് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമാണ്. നമ്മളൊരു ക്രിസ്ത്യാനിയാണ്, ഈ ബൈബിൾ പഠിച്ചിരിക്കണം. ഇസ്ലാമിലുള്ള ഒരാളാണ് ഈ വിശുദ്ധ ഖുർആൻ പഠിച്ചിരിക്കുന്നത്. ഹിന്ദുവായിട്ടതാണ് ഈ ഗീത, രാമായണം, പല ടെക്സ്റ്റുകളും. എത്രയും പുണ്യ ഗ്രന്ഥങ്ങളുള്ള വേറെ ഒരു മതത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത കൂടുതൽ ഹിന്ദുയിസത്തിലുണ്ട്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റെങ്കിലും ശ്രീമദ് ഭഗവതം മുഴുവൻ പഠിക്കണ്ട, ഒരു ഗീത പഠിച്ചാൽ മതി. ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായം 700 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ നന്നായിട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് എത്ര വീടുകളിൽ പാരായണം ചെയ്യുന്നുണ്ട്. ദിവസം വായിക്കുന്ന വളരെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ.
എന്നതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ എന്റെ അടുത്ത് എനിക്കറിയത്തില്ല, ഏതായാലും ആ ഒരു ഇത് വരാതിരിക്കണമുണ്ട്. ഇത് നമുക്ക് പഠിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് ആദ്യത്തെ 1, 2, 3 പടി, 4, 5 പടി, ഇത് പടികൾക്ക് സ്റ്റെപ്പ് സ്റ്റഡിയുടെ ഒരു ഗ്രൂപ്പിലൊക്കെ എടുക്കാറുള്ളപ്പോഴും 1, 2, 3 പടി വരെ ആൾക്കാർ കേൾക്കാനുണ്ട്. 4 വരുമ്പോഴത്തേക്കും ഒരു 25% പോകും. 4 പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അതിന് പ്രശ്നം. പിന്നെ അടുത്ത ആഴ്ചയിൽ 5ാമത്തെ പടിയിലേക്ക് 4 ചെയ്യത്തില്ലാത്തവർക്ക് 5 പറഞ്ഞ ഒട്ടും മനസ്സിലാവത്തില്ല. അപ്പൊ അതിനകത്തേക്ക് പോകണ്ടെന്ന് ചോദിക്കും. 5ാമത്തെ പടി എന്താ? നീ കേട്ടിരിക്കും. ചിലർ കേൾക്കുന്നുണ്ടോന്ന് പോലും അറിയത്തില്ല. പക്ഷെ എന്നതുപോലെ അങ്ങനെ ഒരു പാടില്ല. ഒരു AA അംഗമാണെങ്കിൽ, ഞാനൊരു AA അംഗമാണെങ്കിൽ ഞാൻ യെസ് ഐ അഡ്മിറ്റഡ് ഐ ആം പവർലെസ് മൈ ലൈഫ് ഈസ് അൺമായോ. അപ്പൊ തന്നെ നമ്മൾ AAയുടെ ഒരു അംഗമായിട്ട് മാറുകയല്ലേ. അവിടെ മുതലുള്ള രീതിയാണ് നമുക്കിത് ഒരു പടി പോലും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പടികളും. അതുകൊണ്ട് 1, 2, 3 പടികൾ കഴിഞ്ഞിട്ട് തൽക്കാലം ഇനിയൊരു പുസ്തകം ഇനി 10 ചെയ്യുന്നു. ആശുപത്രി കിടന്നുണ്ടല്ലേ, ഇത് ഒരു 11 പടികളും ചാർട്ട് ചെയ്തു വിൽസൺ. ആശുപത്രി 9 ദിവസം, ബുക്കുകളിൽ 7 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്റെ അറിവിൽ 9 ദിവസമാണ്. ഡോക്ടർ ബോബ് 15 വർഷം തന്നെയാണെന്ന് തോന്നുന്നു സോബറേറ്റിൽ നിന്ന് 5000 പേർക്ക് മെസ്സേജ് കൊടുത്തു. 5000 കോൾ സ്റ്റെപ്പിംഗ്, 5000 നിങ്ങൾക്ക് നമ്മളൊന്ന് ആലോചിച്ചോക്കണം. ഞാൻ ഇത്ര പേർക്ക് ഏടെ മെസ്സേജ് കൊടുക്കാനായിട്ട് സമയം ചെലവാക്കുന്നുണ്ടായിട്ട് എത്ര പേരോട് സംസാരിക്കുന്നു നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എവിടെ നിൽക്കുന്നു. 5000 കോൾ സ്റ്റെപ്പിംഗ്. അതുപോലെ തന്നെ പലപ്പോഴും ഞാനത് ഇവിടെ പറയണമെന്ന് പലപ്പോഴും ഓർക്കും പറഞ്ഞു, നമ്മുടെ AAയുടെ 12 പടികളാണ്. 12 പടികളുണ്ട്, 12 പാരമ്പര്യങ്ങളുണ്ട്, 12 കൺസെപ്റ്റ്സ് ഉണ്ട്, 12 കൺസെപ്റ്റുകൾ. പിന്നെ എടുക്കുകയാണെങ്കിൽ 12 വാഗ്ദാനങ്ങളുണ്ട്. 12 പ്രോമിസസും 12 വായിക്കുന്ന പല ഗ്രൂപ്പുകളുണ്ട്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ളതൊക്കെ ആൾക്കാരെ പല ഗ്രൂപ്പുകളിലും ദ 12 പ്രോമിസസ് ഓഫ് ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നവരും. കാരണം അത് 12 തന്നെയാണ്. അപ്പൊ ഈ അടുത്തത് ഞാനിവിടെ പറഞ്ഞത് എനിക്കറിയത്തില്ല. അടുത്ത കാലത്താണ് ഒരിക്കൽ എന്റെ ഫേസ്ബുക്കിലുള്ള സ്പോൺസർ അദ്ദേഹത്തിന്റെ എന്നാണ് എനിക്ക് മനസ്സിലാക്കി പുള്ളി പറഞ്ഞു തന്ന ഒരറിവാണ്. AAയുടെ ബിഗ് ബുക്കിൽ 11 ചാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. 11 ചാപ്റ്റർ, എല്ലാം 12 ഉണ്ട്. AAയുടെ 12 പോയി. 12ാമത്തെ അധ്യായം എന്തുകൊണ്ടില്ലാതെ പോയി? അതൊരു ചോദ്യമല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് എല്ലാം 12ആണ്. ഇവിടെ എന്താ 12 ഇല്ലാതെ? ആ 12ാമത്താണ് ദാറ്റ് ഈസ് മൈ സ്റ്റോറീസ് ദ 12th ചാപ്റ്റർ. എന്റെ കഥയാണ് 12ാമത്തെ ചാപ്റ്റർ. നിങ്ങൾ ഓരോരുത്തരുടെയും കഥയാണ് 12ാമത്തെ ചാപ്റ്റർ. കടലാസിൽ എഴുതിയിട്ടില്ല എന്നുള്ളൂ. ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്കാർ പറയാൻ പറ്റുള്ളൂ ഇത് എന്റെ കഥയാണ് 12ാമത്തെ ചാപ്റ്റർ. ദാറ്റ് ഇസ് ഇറ്റ്. 12ാമത്തെ കഥയായിട്ട് 12ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്റെ കഥയാണ്. അതാണ് നമ്മൾ മറ്റൊരാൾക്ക് പങ്കുവയ്ക്കപ്പെടുന്നത്. ഞാൻ വളരെ ഒരു വലിയൊരു ആരും പറഞ്ഞേക്കാത്തൊരു കാര്യമായിരുന്നത്. ഇറ്റ് ഈസ് എ ഫാക്ട്. എങ്ങനെ എഴുതപ്പെട്ടുള്ളതല്ല. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കേ. കാരണം 12ാമത്തെ 11 ചാപ്റ്ററും കഴിഞ്ഞിട്ടുള്ള അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ, അഥവാ സ്റ്റോറി സെക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നത്, അത് വിഷൻ ഫോർ യു ആണല്ലോ അതിനകത്ത് അവസാനം. 164 ഇംഗ്ലീഷാണ്. 164ാമത്തെ പേജിൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത പേജിനകത്ത് എഴുതിയിരിക്കുന്ന പേഴ്സണൽ സ്റ്റോറീസ്. ആ പേഴ്സണൽ സ്റ്റോറി എന്റെയും നിങ്ങളുടെയും, നിങ്ങൾ ഓരോരുത്തരെയും, ശ്രീനുവിന്റെയും ഷിബുവിന്റെയും അലന്റെയും അരുണിന്റെയും ബിബിന്റെയും ജെയിംസിന്റെയും നിസാറിന്റെ എല്ലാം കഥകളാണ്. ദാറ്റ് ഈസ് ദ 12th ചാപ്റ്റർ, 12ാമത്തെ അധ്യായം. ആ നമ്മുടെ കഥയായിട്ട് മാറണമെങ്കിൽ ഈ 11 അധ്യായങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. 11 അധ്യായം പഠിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ 12 എന്റെ കഥ. അത് നല്ലൊരു അറിവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെച്ചത്. അതൊരു വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, 149 അടുത്ത ആദ്യത്തെ പാരഗ്രാഫ്. അയാളുടെ അവസ്ഥയെക്കുറിച്ച് എന്ത് തന്നെ സംബന്ധിച്ച രോഗിയുടെ ഡോക്ടർ സത്യം പറയുന്നത് ഞങ്ങൾ കരുതും. ഈ പുസ്തകം എപ്പോഴെങ്കിലും അയാൾക്ക് നൽകുമ്പോൾ ഇതിലുള്ള നിർദ്ദേശം മുഴുവൻ അപ്പാടെ അനുസരിക്കേണ്ടതുണ്ടെന്ന് ആരും അയാളോട്
പറയാതിരിക്കുന്നല്ലോ. അയാൾ തന്നെത്താൻ തീരുമാനിക്കട്ടെ. നിങ്ങളുടെ മാറിയ മനോഭാവവും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കവും കാര്യപ്രാപ്തിയിലെത്തുമെന്ന് നിങ്ങൾക്കൊരു വാതുവെക്കൽ വരെ തയ്യാറായി. ചിലരുടെ കാര്യത്തിൽ അത് സംഭവിച്ചേക്കാം, പക്ഷെ മറ്റു ചിലരുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ സ്ഥിര പരിശ്രമം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിജയ ശതമാനം നിങ്ങളെ തൃപ്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ പ്രവർത്തനം വ്യാപിക്കുകയും ഞങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോലിക്കാരിൽ ചിലർ ഞങ്ങളുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇതിനിടയിൽ ഈ പുസ്തകം ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നു. സോ വലിയൊരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സജഷൻ ഒരു തൊഴിലുടമയ്ക്ക്, ഒരു എംപ്ലോയർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പാരഗ്രാഫാണ്. സോ ദിസ് പ്രോഗ്രാം വർക്ക്സ്. ഇത് സക്സസ് ആയിട്ടുള്ള വിജയകരമായിട്ട് പ്രവൃത്തിയിൽ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം. അതാണ് ഇപ്പൊ ഈ മീറ്റിംഗിൽ ഇത്രയും പേര് ഉണ്ടെങ്കിൽ തന്നെ ദാറ്റ്സ് വൈ വി ആർ സിറ്റിംഗ് ഹിയർ. നിങ്ങളുടെ തൊഴിലാളി മടങ്ങിയെത്തി കഴിയുമ്പോൾ അയാളോട് സംസാരിക്കുക. പരിഹാരം കരുതുന്നുണ്ടെന്ന് അയാളോട് ചോദിക്കുക. അയാൾക്ക് സ്വതന്ത്രമായി നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുമെങ്കിൽ അയാൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുമെങ്കിൽ, അഥവാ അയാൾ പറയുന്നത് ഒരു വിധത്തിലും നിങ്ങളെ പ്രയാസപ്പെടുത്തുമെന്ന് തോന്നുമെങ്കിൽ അയാൾ മിക്കവാറും വളരെ പെട്ടെന്ന് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വ്യക്തിയോട് അയാളുമായിട്ട് സംസാരിക്കുക ഒരു നല്ലൊരു സജഷനാണ്. അതുപോലെ തന്നെ പരിഹാരം കണ്ടെത്തി അത് കരുതുന്നുണ്ടെന്ന് അയാൾ ചോദിക്കുക. അപ്പൊ സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു ഡീറ്റോക്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളോടോ അല്ലെങ്കിൽ ഒരു 3 മാസത്തെ 1 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരാളോട് സംസാരിക്കുന്ന മനോഭാവമൊക്കെ നമുക്ക് മനസ്സിലാൻ പറ്റും. അപ്പൊ അവിടെ അതിന് വേണ്ട രീതിയിൽ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൊഴിലുടമയ്ക്കായാലും ശരി, നമ്മളുടെ ഒരു അംഗം, ഒരു റിക്കവറിയിലുള്ള വേഗം ഒരാളെ സഹായിക്കാനുള്ള രണ്ടു കൂട്ടർക്ക് പ്രയോജനപ്പെടുന്ന അറിവുകളാണ് തന്നെ. അടുത്ത പാരഗ്രാഫിലേക്ക് വരാം. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ തൊഴിലാളി ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഒട്ടും വികാര വിശുദ്ധതയുള്ള മനസ്സോട് അത് കേൾക്കുവാൻ ലക്ഷ്യം കാണിക്കുന്നു. ഉദാഹരണത്തിന് അയാൾ കണ്ടമാനം പണം പറ്റിയിട്ടുണ്ടെന്നും നിങ്ങളുടെ ഏറ്റവും നല്ല ഇടപാടുകാരനെ നിങ്ങളിൽ നിന്ന് അന്നേക്കമായി അയക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അയാൾ നിങ്ങളോട് പറഞ്ഞേക്കാം. കാര്യത്തിൽ സത്യസന്ധത ആവശ്യമുള്ള ഞങ്ങളുടെ പരിഹാര മാർഗം അയാൾ സ്വീകരിക്കാൻ എന്ത് കാര്യം നിങ്ങളോട് തുറന്നു പറയാം. അയാളുടെ കാര്യത്തിൽ കണക്കുകൾ എഴുതിത്തള്ളിയിട്ട് കാര്യത്തിൽ പുതിയ കണക്ക് വയ്ക്കാൻ നിങ്ങൾ ഒരുങ്ങുന്നു. അയാൾ എന്തെങ്കിലും തുക നിങ്ങൾക്ക് നൽകാനുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു കിട്ടുന്നുള്ള കരാറിൽ ഏർപ്പെടാം. ഇവിടെ ചില ആളുകൾ റിക്കവറിയിൽ വന്നതിന് ശേഷം വേണ്ടി ആ കമ്പനിയുടെ ഉടമസ്ഥനോടുകൂടി പറയും, ഇങ്ങനെ ഇതൊരു ഹോണസ്റ്റിയുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മുതലാളി പറയാനുണ്ട്, ഞാൻ കുറെ കാശുകൾ വെട്ടിച്ചിട്ടുണ്ട്, ഒരുപാട് ബിസിനസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളുടെ കിട്ടേണ്ടിയിരുന്ന കുറെ ബിസിനസ്സുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കൂടുതൽ സത്യമാനം ചിലപ്പോൾ ഇയാൾ കേൾക്കുമ്പോൾ ഇയാൾ ഞെട്ടിപ്പോകും. ഇങ്ങനെയുള്ളൊരു ഒരു വിഷപ്പാമ്പിനെയാണ് ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്നൊക്കെ തോന്നിയിരിക്കാം, മനസ്സിലായില്ല. പക്ഷെ സാധാരണഗതിയിൽ അത് സൂക്ഷിച്ചിട്ട് ഈ ആൽക്കഹോളിക് ആയെങ്കിലും കൈകാര്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് കാണാനുള്ളൊരു മനസ്സുള്ളൊരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയാൽ രണ്ടുപേർക്കും നല്ലത്. അല്ലെങ്കിൽ എന്താണ് പറ്റുക? അല്ലെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയായിരിക്കും. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഇതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ അത് ഈ കൂടുതൽ സത്യസന്ധതയ്ക്ക് പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്, ഇതോർക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്കറിയാവുന്നതാണ് ഈ പറയാം. അപ്പൊ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുള്ളതുകൊണ്ടാണ് നടന്നു പോകുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീനി.